ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഒന്ന് മുടി നരക്കാനായിട്ട് വയസ്സാകേണ്ട കാലമൊന്നുമില്ല അല്ലേ. ചെറിയ കുട്ടികളുടെ മുടി പോലും നരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, വല്ലാതെ മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ട് ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും. ഇതിനിപ്പോൾ നമുക്ക് ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്നുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. നിങ്ങൾ ഈ എണ്ണ, ഏതെണ്ണാന്ന് ഞാൻ പറഞ്ഞുതരാം. ആ എണ്ണയിൽ 2 ചെറിയ സൂറത്തുകൾ മന്ത്രിച്ചിട്ട് നിങ്ങളുടെ തലയിൽ പുരട്ടി നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മുടി കൊഴിച്ചിൽ എന്ന പ്രശ്നം നീങ്ങാനും, അതുപോലെ തന്നെ അകാല നര, പ്രായമായിട്ട് നരക്കുന്നതിനെ കുറിച്ചല്ല, പ്രായം എത്തുന്നതിന് മുൻപ് നരയ്ക്കുന്ന ആ നര മാറ്റിക്കളയും അല്ലാഹു റബ്ബുൽ ആലമീൻ. അത്രമേൽ പരിശുദ്ധമായ സൂറത്ത് ഏതാന്നൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ. അപ്പോൾ നല്ല ഭംഗിയുള്ളവരാകാൻ അള്ളാഹു ജമീലാണ് ഇല്ലേ. അള്ളാഹു ഏറെ അഴകുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അള്ളാഹ് ഏറെ ഭംഗിയുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് തന്ന ഭംഗിയെ കൃത്രിമത്വം ഒന്നും കാണിക്കണ്ട. നമുക്ക് തന്ന ഭംഗിയെ കൃത്രിമത്വം ഒന്നുമില്ലാതെ അതിനെ ഭംഗിയായി പരിപാലിച്ചാൽ അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നേ. അപ്പോൾ അതെങ്ങനെയാണ് ആ സൂറത്ത് ഓതേണ്ടത്, ഏതെണ്ണയിലാണ്, എത്ര തവണ ഓതണം ഒന്ന് പഠിച്ചാലോ. 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? എല്ലാവരും സേഫല്ലേ? നിങ്ങളൊക്കെ സേഫല്ലേ? നിങ്ങളൊക്കെ വീടിൻ്റെ ഭാഗത്ത് വെള്ളം എങ്ങനെയാണ്? വെള്ളം കയറിയിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ? അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരം വെള്ളപ്പൊക്കങ്ങളിൽ നിന്ന്, നാശനഷ്ടങ്ങളിൽ നിന്ന് കരുണക്കടലായ റബ്ബ് നമ്മളെ കൈപിടിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അനുകൂലമായ മഴ നൽകി ഉപദ്രവമുള്ള മഴയെ നമ്മിൽ നിന്ന് അല്ലാഹു മറ്റിടങ്ങളിലേക്ക്, മഴയില്ലാത്തിടങ്ങളിലേക്ക് അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇനി നമുക്ക് പ്രയാസമൊന്നുമില്ല, ഞങ്ങളൊക്കെ സേഫാണെന്ന് കരുതി മാത്രം ഇരിക്കരുത്. ഒരുപാട് മനുഷ്യന്മാർ പ്രയാസപ്പെടുന്നുണ്ട്. ഒരുപാട് ജീവികൾ, മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, എന്തോരം ജീവികൾ വെള്ളത്തിലേക്ക് ഒഴുകി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പടച്ചവനോട് ദുആരക്കുക, യാ റബ്ബി, നിൻ്റെ സൃഷ്ടികളാണ്, നിനക്കെന്തും ചെയ്യാൻ അർഹതയുണ്ട് ഇല്ലേ. നീയാണ് പടച്ചത്, നീയാണ് തിരിച്ചു വിളിക്കുന്നത്, നിനക്കേ അതിനുള്ള അർഹതയുള്ളൂ. എന്നാലും യാ റബ്ബി, നീ അവർക്ക് ആ അപകടങ്ങളിൽ നിന്നൊക്കെ കാവൽ കൊടുക്കണേ തമ്പുരാനെ എന്ന് മനസ്സറിഞ്ഞ് ദ്വാരക്കാതെ ഒരു വക്കത്ത് നിസ്കാരം പോലും നമ്മൾ പോകരുത് കേട്ടോ. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരുന്നാൽ അവർക്ക് എന്താണോ നമ്മൾ ചോദിക്കണത് അത് പടച്ചോ നമുക്ക് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി മഴക്കെടുതിയിൽ നിന്ന് കാവൽ തേടിയാൽ നമുക്ക് അത്തരം കെടുതിയിൽ നിന്ന് അള്ളാഹു കാവൽ തരും ഇല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഒരു 40 വയസ്സിൽ താഴെയുള്ള എത്ര പേരുണ്ട് കൂട്ടത്തിൽ? ഒരുപാട് പേരില്ലേ. മുടിയൊക്കെ നരച്ചിട്ടുണ്ട് പലരുടെയും. മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, മുടി കൊഴിച്ചിലുണ്ട്. അതായത് ഒരു ഭംഗി ഉണ്ടാകുക. ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. യുഹിബ്ബുൽ ജമാല, അഴകിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് നമുക്ക് തന്നേക്കണ ഭംഗി അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യൽ അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാന്നേ. പല ആളുകളും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ അങ്ങോട്ടൊരു പേക്കോലത്തിലിട്ട് പോകുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹു തന്ന അഴകിനെ നമ്മൾ പരിപാലിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നരയെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ 40 കഴിയണ്ട, ചിലപ്പോൾ 20 വയസ്സുകാരന്, 25 വയസ്സുകാരന്, അല്ലെങ്കിൽ 25 വയസ്സുകാരിക്ക് നേരത്തെ നര വരും. അതൊരു വലിയ പ്രയാസമായിട്ട് പല ആളുകളും കാണുന്നുണ്ട് അല്ലേ. ഇപ്പോഴേ നരച്ചല്ലോ എന്ന്. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഭംഗിയുടെ ഭാഗം തന്നെയാണ് തലമുടി എന്ന് പറയുന്നത് ഇല്ലേ. അത് നാട്ടുകാരൊക്കെ കാണിക്കരുത് കേട്ടോ. ഇന്ന് പഠിച്ചോണേ, ഞാൻ വളരെ രസമാണ്. കഴിഞ്ഞ ദിവസേ, അതായത് ഞാനിപ്പോൾ ഇന്നൊരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്ര തുടങ്ങിയത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ വരുന്ന വഴിക്ക് തട്ടമൊക്കെ ഇട്ടിട്ടൊരു പെൺകുട്ടി പോകുന്നുണ്ട്. തട്ടമൊക്കെ കറക്റ്റാണ്, നല്ല റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രസ്സ് കൈയില്ല. അതിവിടെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഒന്നാലോചിക്ക്, ഡ്രസ്സിൽ കൈയില്ല. ഡ്രസ്സിൽ കൈയില്ലെങ്കിലും തട്ടൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലയൊന്ന് മറച്ചാൽ മതി എല്ലാം ആയി എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ മക്കൾക്ക്. മനസ്സിലായോ? അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിക്കും. അപ്പോൾ അങ്ങനെയല്ല, തല മറക്കുക എന്ന് പറയുന്നത് അവരുടെ ഔറത്തിൻ്റെ പരിപൂർണതയാണ്. ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. എന്നാൽ കാണേണ്ട മനുഷ്യനാരാണ്?
കെട്ടിയവനാണ്, ആ കെട്ടിയവനോട്ട് നമ്മൾ കാണിക്കുകയില്ല, അങ്ങനെ ആകാൻ പാടില്ല. നല്ല മുടിയൊക്കെ നല്ല ഷാമ്പൂ ഒക്കെ പുരട്ടി, നല്ല ഉപയോഗിക്കാൻ പറ്റിയ എണ്ണ ഏതാണോ വെച്ചാൽ അത് നല്ല എണ്ണയൊക്കെ പുരട്ടി, മുടിക്ക് നല്ലൊരു ഗന്ധം, ഒരു സുഗന്ധം വരുന്ന രീതിയിൽ മുടിയെ നന്നായി കൈകാര്യം ചെയ്തിട്ട് ആ കെട്ടിയവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മുടിയിൽ നിന്ന് പോലും അവന് പ്രണയം ആസ്വദിക്കാൻ പറ്റണം. അല്ലാതെ തലേന്ന് നനക്കൂല, വേർത്ത് കുളിച്ചിട്ട് അടുത്ത് നിന്ന് കിടന്നുകൊണ്ട് എൻ്റെ മുടിയിലൊന്നും എൻ്റെ കെട്ടിയൊന്നും ഇടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ സഹോദരിയുടെ, അതായത് ഒരു സ്ത്രീയുടെ, പെണ്ണിൻ്റെ ഭംഗിയാണ് യഥാർത്ഥത്തിൽ മുടി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിന് ഇത് വലിയ പ്രത്യേകതയുണ്ട്. ഈ ഭംഗിയെ മെയിൻറ്റെയിൻ ചെയ്യൽ സുന്നത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഈ നര ബാധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് പ്രായമായാലും നരയാകും, അതിനെക്കുറിച്ചല്ല. ആ സമയത്ത് നരക്ക് വലിയ പുണ്യമുണ്ട് അല്ലേ? നമ്മൾ തിരിച്ചറിയാണ്, പഠിച്ചോനെ ഞാൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണല്ലോ അല്ലാ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമൊക്കെ അറിയാമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ജോലിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് ഉമറെ നീ മരിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നോക്കുമ്പോൾ തലയിലൊരു മുടി ഇങ്ങനെ നരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോലിക്കാരനെ പിരിച്ചു വിട്ടു. ഇനി നിൻ്റെ ആവശ്യമില്ല, ഓർമ്മിപ്പിക്കാൻ വേറെ ആൾ വന്നിട്ടുണ്ട്. ഈ നര കാണുമ്പോൾ മരണത്തെ ഓർമ്മ വരണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നര വരാം അല്ലേ? അതായത് ഏത് പ്രായം എത്തിയിട്ടുള്ളതല്ല, അല്ലാത്ത നര. അപ്പോൾ അതൊരു പാരമ്പര്യ ഒരു കാരണമാണ്. ഇപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും നേരത്തെ നര വരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ മക്കൾക്കും വളരെ ചെറുപ്പത്തിലെ നര ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ കൂടിയാൽ ചിലർക്ക് നര വരും. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ്, 10-30 വയസ്സായിട്ടുള്ളൂ, പക്ഷേ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചടിച്ചടിച്ച് മുടിയിൽ തലയിൽ നരയ്ക്കാത്തതൊന്നുമില്ല, തല മുഴുവൻ നരച്ചു പോയിട്ടുണ്ട്. ഒരു കാര്യം, എന്തിനാ ടെൻഷൻ അടിക്കണേ? അതായത് നമ്മൾ പഠിക്കുന്നൊരു പാഠമുണ്ടല്ലോ, എനിക്കെന്ത് തന്നാലും എൻ്റെ റബ്ബാണ് തരുന്നത്. എനിക്ക് സങ്കടം തരുന്നോ മാത്രമല്ല, സന്തോഷം തരുന്നോ മാത്രമല്ല, സങ്കടം തരുന്നതും രോഗം തരുന്നതും അപകടം തരുന്നതും മരണം തരുന്നതും എല്ലാം തരുന്നോ റബ്ബാണ്. ആ റബ്ബ് തരുന്നതിൽ തൃപ്തിപ്പെട്ട് നോക്കി അൽഹംദുലില്ലാ പറഞ്ഞു നോക്കി. എന്തിനാണ് ഈ ടെൻഷൻ? എന്തിനാണ് ടെൻഷൻ? അള്ളാഹു ടെൻഷനിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നരബാധിക്കുന്നു ഖുർആനിൽ നിന്ന് പോലും കിട്ടും. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ശയ്യബത്തിനി ഹൂദുൻ, സൂറത്തുൽ ഹൂദ് ഇറങ്ങിയപ്പോൾ അതെന്നെ നരപ്പിച്ച് കളഞ്ഞു എന്നാണ്, എന്നെ വയസ്സാക്കി കളഞ്ഞു. എന്താ കാരണം? ഖിയാമത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ നരച്ചുപോയ പോലെ, വയസ്സായതുപോലെ ആയിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വല്ലാണ്ട് മുടിയെ കയറി തരുന്നു കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. 63 വയസ്സായപ്പോൾ മുത്തുനബിയുടെ തലയിലും താടിയിലും കൂടെ ഏതാണ്ട് 17ഓളം രോമമാണ് ആകെ നരച്ചിട്ടുണ്ടാവുക. അതുപോലും കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടൊരു മഹാമനീഷി ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. നമ്മൾ മരിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ കെട്ടിയോ മരിക്കാൻ നേരത്തെ നമ്മളോട് ചോദിക്കാൻ, എടി മോളെ എൻ്റെ തലയിൽ എത്ര മുടി നരച്ചെന്ന് നിനക്കറിയോ? ഒന്ന് പോയിക്കാ, കഴിഞ്ഞിപ്പോൾ മുടി നരച്ചത് വെക്കാൻ പോയിടുന്നു അല്ലേ? എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ എത്ര മുടി നരച്ചിട്ടുണ്ട്, താടിയിൽ എത്ര മുടി നരച്ചിട്ടുണ്ട്, അത്ര കെയർ ചെയ്ത് കൊണ്ട് നടന്നിട്ടുണ്ട് നബിതങ്ങൾ. ആ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ മുടിയെ കീരിയല്ല കുട്ടപ്പനായിട്ട് പോവാ. അത്ര ഭംഗിയായിട്ട് ഒരാളുടെ മുമ്പിൽ ഈ അലമ്പ് കോലത്തിൽ പ്രത്യക്ഷപ്പെടില്ലായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭംഗിയായിട്ട് മറ്റൊരാളുടെ മുമ്പിൽ ഭംഗിയായി വൃത്തി ഉണ്ടാവുക, നീറ്റ്നെസ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മുടിയൊക്കെ റസൂലുള്ള കൃത്യമായി പരിപാലിച്ചതിൻ്റെ ഫലമെന്നാണ് 17 മുടിയാണ് ആകെ നരച്ചിരുന്നത് അല്ലേ? പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു വിഷയം തന്നെയാണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുടി നരക്കാനുള്ളൊരു കാരണമാണ്. പിന്നെ കാൽഷ്യം കുറവുണ്ടെങ്കിൽ നരക്കാൻ കാരണമാണ്. അയണും സിങ്കും ഒക്കെ കുറവുണ്ടെങ്കിൽ മുടി നരക്കാൻ കാരണമാണ്. അപ്പോൾ ഇതിനിങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം കണ്ട മരുന്നുകളൊക്കെ എടുത്ത് കഴിക്കാൻ പാടില്ല. ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശമില്ലാതെ മരുന്നുകളൊന്നും എടുത്ത് കഴിക്കരുത്. എനിക്ക് വൈറ്റമിൻ D കുറവാണെന്ന് തോന്നുന്നത്, എന്നാൽ പിന്നെ വൈറ്റമിൻ D60 ഒരെണ്ണം എടുത്ത് കഴിക്കാമെന്നാണ്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ പറഞ്ഞെനിക്ക് മനസ്സിലാവുന്ന പറയുമ്പോൾ വൈറ്റമിൻ 60 ടാബാണ് പല ആളുകളും വൈറ്റമിൻ D കുറവുള്ളതിന് ഡോക്ടേഴ്സ് തരിക. അപ്പോൾ വൈറ്റമിൻ 60 ടാബ് ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി. അത് കഴിക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് വൈറ്റമിൻ D അങ്ങ് ബൂസ്റ്റ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ മഗ്നീഷ്യം ലെവൽ താഴും. അപ്പോൾ വൈറ്റമിൻ D എഴുതുന്ന ഡോക്ടേഴ്സിനോട് പറയണം, ഡോക്ടർ മഗ്നീഷ്യത്തിൻ്റെ ടാബ്ലറ്റ് കൂടെ എഴുതണം. അപ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഡോക്ടറോടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറയണം. വൈറ്റമിൻ D കഴിക്കുമ്പോൾ, ഡെഫിഷ്യൻസിക്ക് വൈറ്റമിൻ D കഴിക്കുമ്പോൾ മഗ്നീഷ്യം ലെവൽ കുറഞ്ഞു വരും. അപ്പോൾ മഗ്നീഷ്യത്തിന് വേറെ ടാബ്ലറ്റ് കഴിക്കണം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ, ഈ വൈറ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ വൈറ്റമിനുള്ള, അതുപോലെ തന്നെ മഗ്നീഷ്യമുള്ള, സിങ്കും ഫൈബറും ഒക്കെയുള്ള നല്ല നല്ല ഫ്രൂട്ട്സുകൾ ഇടയ്ക്ക് കഴിക്കണം. ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഒന്നും തൊടൂല, കുറേ ചോറ് ഇങ്ങനെ തിന്നും. ചോറ് എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടാനില്ല മക്കൾ, ഒന്നും കിട്ടില്ല. നിങ്ങളുടെ വയറിങ്ങനെ ചാടിക്കിടക്കുമെന്നല്ലാണ്ട് നിങ്ങൾക്ക് ചോറിൽ നിന്നൊരു സാധനം കിട്ടാനില്ല. മനസ്സിലായോ? വയറ് നിറഞ്ഞേക്കും, അല്ലാണ്ട് ചോറിൽ നിന്നൊരു ഗുണം നിങ്ങൾക്ക് കിട്ടാനില്ല. അപ്പോൾ ഇത്തരം ഗുണമുള്ള സംഗതികളൊക്കെ ചെല്ലണം.
ചിലപ്പോൾ നമുക്ക് ഇത്തിരി കൂടി നിൽക്കുകയാണ് പ്രശ്നമെങ്കിൽ അത് ചിലപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതോടൊപ്പം ഡോക്ടറെ കണ്ട് അതിനുള്ള ടാബ്ലറ്റ് മേടിക്കണം. പിന്നെ തൈറോയിഡ് കൊണ്ട് അമിതമായ തൈറോയിഡ് ഉണ്ടെങ്കിൽ പലർക്കും അകാല നര വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചില വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ചില വെള്ളം എന്ത് ചെയ്യും, അത് അതിൻ്റെ പല കണ്ടൻസിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൾഫിൽ പോയ ആൾ പെട്ടെന്ന് കഷണ്ടിയാകുന്നത് കാണാം, തമിഴ്നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് കഷണ്ടിയായ ആളുകളുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിനനുസരിച്ച് ചിലപ്പോൾ മുടി കൊഴിയാനും അതുപോലെ തന്നെ പെട്ടെന്ന് നരയ്ക്കാനും ഒക്കെ സാഹചര്യം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുക, കള്ള് കുടിക്കുക, ലഹരി ഉപയോഗിക്കുക, അതുപോലെ പുകവലിക്കുക, ഇതൊക്കെ മുടി നരയ്ക്കാനും മുടി കൊഴിയാനൊക്കെ കാരണമാണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ ചില മരുന്നുകളൊരു പ്രശ്നമാണ്. ചില മരുന്നുകൾ ഇങ്ങനെ കാലാകാലം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഒരു സഹോദരി, അവർ തൈറോയിഡ് ഉണ്ടെന്ന് 20 കൊല്ലം മുമ്പ് ഡോക്ടർ പറഞ്ഞതാണ്. അവർക്ക് എന്ത് ചെയ്യണം വന്നാലും തൈറോയിഡാണെന്ന് പറഞ്ഞാൽ അന്ന് കൊടുത്ത അതേ ഗുളിക തന്നെ ഇപ്പോഴും ഇങ്ങനെ മേടിച്ചു 20 കൊല്ലമായിട്ട് അവർ കഴിക്കുന്നുണ്ടെന്നാണ്. അവരാകെ വീക്കായി പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ തൈറോയിഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ദീർഘകാലം കഴിക്കാൻ പാടില്ല. ഇപ്പോൾ അലർജിക്ക് ഗുളിക കഴിക്കുന്ന കുറേ ആളുകളുണ്ട്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, അലർജി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരിക്കലും ഫിസീഷ്യനെ അല്ല. ശരിക്കും പഠിക്കണം കേട്ടോ. നമ്മളൊരു അലർജി വരുമ്പോൾ വേഗം ഫിസീഷ്യൻ്റെ അടുത്ത് ചെല്ലും, അയാളൊരു ആൻറ്റിബയോട്ടിക് തരും, അടിപൊളി. പിന്നെ അലർജി വരുമ്പോൾ വീണ്ടും ചെല്ലും. അങ്ങനെയല്ല, അലർജി നമ്മളുടെ ജീനിലുള്ളതാണ് ഇല്ലേ, നമ്മുടെ DNA യിലുള്ളതാണ്. ഈ അലർജി മാറണമെങ്കിൽ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഡോക്ടേഴ്സിൽ, പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ പൾമണോളജിസ്റ്റിനെ കാണാം. അപ്പോൾ പൾമണോളജിസ്റ്റ് എന്ത് ചെയ്യും, 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് ടാബ്ലറ്റ്സ് തരും. അത് കഴിഞ്ഞ് നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു 6 മാസം കഴിഞ്ഞിട്ട് കൂടുമ്പോഴായിരിക്കും ചെല്ലുക. അങ്ങനെയല്ല, അങ്ങനെ ദീർഘകാലം അങ്ങനെ കഴിച്ചു പോകാൻ പാടില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എന്തിനാ 1 മാസം തരുന്നത്, അത് കുറച്ചുകൊണ്ട് വരാനാണ്. അങ്ങനെ അലർജി കുറച്ച് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പരിപൂർണമായി നിങ്ങൾക്ക് മരുന്ന് കുറച്ച് മരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ഗുളിക കഴിക്കുക. അല്ലാണ്ട് കാലാകാലം നമുക്കിങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിച്ച് വീക്കായിപ്പോയി നമ്മുടെ മുടി ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ നരബാധിക്കും, പെട്ടെന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ അത്താഴ പട്ടിണി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, രാത്രി ഒന്നും കഴിക്കൂലെന്നേ. അത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. രാത്രി ഒന്നും കഴിക്കൂല. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണത്. മനസ്സിലായോ? അപ്പം രാത്രി അല്പമെങ്കിലും ഒരു കാരക്കയും വെള്ളമെങ്കിലും ഭക്ഷണമായിട്ട് കഴിച്ചോളണം. അപ്പോൾ നമ്മുടെ ഒരു തോന്നിവാസം, നമുക്കിഷ്ടമാണ് ഒന്ന് തടി കുറക്കണം, അതുകൊണ്ട് രാത്രി കഴിക്കണ്ട, രാവിലെ മുഴുവൻ വേണ്ടതൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. രാത്രി ഭക്ഷണം കുറയ്ക്കണം. അതൊരു 7-8 മണിക്കുള്ളിൽ അങ്ങോട്ട് കഴിച്ചോ, ഒരല്പം കഴിച്ചാൽ മതി. അത് കുറച്ച് സാലഡായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഈന്തപ്പഴമായാലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അല്ലാതെ നമ്മൾ പട്ടിണി കിടക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് നമ്മെ നരപ്പിക്കും, നമുക്ക് പെട്ടെന്ന് വയസ്സാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? അത് ഭംഗിയാക്കണം. ഒരു സ്വഹാബിയുണ്ട്, മുടിയൊന്നും ഈരാതെ ആകെ ഇങ്ങനെ പാറിപ്പറന്ന കോലത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നപ്പോൾ അനുബിധങ്ങൾ പറയുന്നുണ്ട്, ഇത് ശൈത്വാൻ്റെ ശൈലിയാട്ടോ, ഇത് മനുഷ്യന്മാരതല്ല, ഇതെൻ്റെ ശൈലിയല്ല, ഇത് ശൈത്വാൻ്റെ ശൈലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ തലയിൽ പുരട്ടേണ്ടത്? നമ്മൾ ഈ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തേക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു പരസ്യം കാണാൻ, പരസ്യത്തിൽ മറ്റേ നടി ഇങ്ങനെ മുടിയൊക്കെ ഒരു ദിവസം കൊണ്ട് തേച്ചപ്പോൾ തന്നെ അവരുടെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു, നരം മാറുന്നു. ഇത് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പരസ്യം കണ്ടു എന്നതിൻ്റെ പേരിൽ ഓടിപ്പോയി മേടിക്കരുത്. നമുക്കങ്ങനെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാം, അവർ തരുന്ന മരുന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല ശുദ്ധമായ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ട്, സാധാ വെളിച്ചെണ്ണയില്ല, നല്ല ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ 7 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് ഓതുക. അതുപോലെ തന്നെ 7 തവണ അലം നശ്റഹ് സൂറത്ത് ഓതുക. എന്തൊക്കെ? സൂറത്തുൽ ഫാത്തിഹയും സൂറത്ത് അലം നശ്റഹ് സൂറത്തും 7 തവണ വീതം ആ വെളിച്ചെണ്ണയിൽ മന്ത്രിച്ച് വെക്കുക. എന്നിട്ടൊരു 2 ദിവസം കൂടുമ്പോഴൊക്കെ തലയിലൊന്ന് പുരട്ടിയിട്ട് കുളിക്കുക. വലിയ മാറ്റം മുടി കൊഴിച്ചിലിനും അകാല നരയ്ക്കും. അതായത് ഉസ്താദ് കണ്ടില്ലേ, നരക്ക് വേണ്ടിയിട്ട് മരുന്ന് കേൾക്കാൻ പറഞ്ഞു. മക്കളെ, നരയല്ല, നര വരുന്നത് നമുക്ക് പ്രായമാകുമ്പോഴാണ്, 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇത് അകാല നര, ഇത് രോഗമാണ്. മനസ്സിലായോ? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ നര മാറ്റാൻ, അതൊന്നും അല്ല ഈ പറയണത്. നര എന്ന് പറഞ്ഞാൽ വരുന്നത് പ്രായമാകുമ്പോഴാണ്, ഒരു 40ഒക്കെ ആകുമ്പോഴാണ്. ഒരു 35 വയസ്സിനൊക്കെ താഴെ വരുന്ന ആ സംഗതി, അത് അകാല നര എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ഭാഗമായി വരുന്ന നര. അതിന് ചികിത്സിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനുള്ളൊരു ആത്മീയ ചികിത്സയാണ് ഈ പറഞ്ഞത്. ഒരു 7 തവണ ഫാത്തിഹയും 7 തവണ അലം നശ്റഹ് ഓതിയിട്ട് ഒരു ഉരുക്ക് വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് അതിലേക്ക് മന്ത്രിച്ച് വെക്കുക. എന്നിട്ട് അത് 2 ദിവസം കൂടുമ്പോൾ ഒരു കുപ്പിയിൽ മന്ത്രിച്ച് വെച്ചാൽ മതിയല്ലോ, എപ്പോഴും ഓതണ്ട, ഒരു തവണ ഓതിയാൽ മതി. എന്നിട്ട് 2-3 ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും തലയിലൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് നന്നായി കഴുകിക്കളഞ്ഞ്
തല വൃത്തിയാക്കുക. അലർജിയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല മുടിയഴകുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നല്ല മഴക്കെടുതിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പലരിലേക്ക് ഓടിയെത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉദ്ദേശിച്ചുകൊണ്ട് പല ആളുകളും ഹദിയ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി തരുമാറാകട്ടെ. എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, അപ്പോൾ ഉസ്താദ് ഈ ആഴ്ച തിരഞ്ഞെടുത്തില്ലല്ലോ എന്നാണ്. ഞാൻ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഫുള്ള് ഓട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നൊന്ന് ഫ്രീ ആയിട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ആഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 3000 രൂപയാണ് വിജയ്ക്ക് കൊടുക്കുന്നത്, 1000 രൂപയല്ല. കാരണം കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് കൂടിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു 3000 രൂപ ഈ ആഴ്ചത്തെ വിജയ്ക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കണം. പിന്നെ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് 1 കോടി സ്വലാത്ത് നമുക്ക് മുത്തുനബിക്ക് ഹദിയ ചെയ്യേണ്ടതാണ്. എല്ലാവരും ചൊല്ലി തുടങ്ങിയില്ലേ? വേഗം ചൊല്ലി തുടങ്ങണം കേട്ടോ. അല്ലാഹു അപ്പോൾ എത്ര സ്വലാത്ത് എല്ലാം പറ്റും എന്നൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. അൽഹംദുലില്ലാ ഒരു 10 ലക്ഷമൊക്കെ ചൊല്ലാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? 7 തവണയാണ് അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ ചോദ്യം നമ്മൾ മുമ്പൊരിക്കൽ ചോദിച്ചതാണ്, ഞാനിപ്പോൾ ചോദിക്കാൻ പോണത്. സിമ്പിളാണ്, എന്നാലും ഒന്ന് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ലോകത്താദ്യമായിട്ട് നര ബാധിച്ചത് ആർക്കാണ്? ലോകത്ത് ആദ്യമായിട്ട് നര ബാധിച്ചത് ആർക്കാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. പടച്ചവൻ ഇതിൻ്റെ മിഥില സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണയല്ല. അവിടുത്തെ പൊരുത്തം തരണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണയല്ല. അവിടുത്തെ പൊരുത്തം തരണയല്ല. യാ റബ്ബന, ഹബീബായ തങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണയല്ല. പടച്ചവനെ, മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ സുരക്ഷിതത്വം നൽകണയല്ല. പ്രയാസങ്ങൾ തരുന്ന മഴയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കളുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അഭിവൃദ്ധി നൽകണയല്ല. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണയല്ല. നന്നാക്കണയല്ല. നല്ല മക്കളാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ വെളിച്ചമാക്കണയല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണയല്ല. ഞങ്ങളെയും അവരെയും ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഔദാര്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, നീ ഏറ്റെടുക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.